ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് സൈലൻറ്റ് വാലിയിലേക്കാണ്. അവിടെ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ. നമ്മൾക്ക് ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത് അറൗണ്ട് 1 PM ടൈമിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 AM ടു 1 PM വരെയാണ്. റോഡ് പണി നടക്കുന്നുണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല യാത്രയിൽ. നമ്മളിപ്പോൾ സൈലൻറ്റ് വാലിയിലെത്തി. ഈ കാണുന്നത് അവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററാണ്. ഇത് മുക്കാലിയിലാണ്. നമ്മൾക്ക് ആമ്പിൾ കാർ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ് അവിടെ. ഇതൊരു സെപ്പറേറ്റ് സ്പേസാണ് കാർ പാർക്കിങ്ങിനായിട്ട്. ഇൻഫർമേഷൻ സെൻ്ററിനോട് ചേർന്നും പാർക്കിംഗ് അവൈലബിൾ ആണ്. ഈ മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ യാത്രയിൽ മൃഗങ്ങളെ നമ്മൾ കാണണമെന്നില്ല, എന്നാൽ കാട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ലഭ്യമാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. നമ്മൾ ജീപ്പാണ് എടുത്തത്. അതിന് 4200 rupees പെർ ഹെഡ് 600 വരുന്നത്. ടിക്കറ്റ് റേറ്റ്സും അതുപോലെ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പ്, അതുപോലെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം, എക്കോ ഷോപ്പ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ പോയാലാണ് നമ്മൾ സൈലൻറ്റ് വാലി പാർക്കിലെത്തുക. ഇവിടെ നിന്ന് പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം ടീക്ക് പ്ലാന്റേഷൻസ് ആണ് ക്രോസ് ചെയ്യുന്നത്, പിന്നീടാണ് ബഫർ സോണിലേക്ക് കടക്കുന്നത്. ഇത് യാത്രയിലുള്ള ഫസ്റ്റ് ഫോട്ടോ സ്പോട്ടാണ്. യാത്ര തുടങ്ങി ഒരു ½ an hour കഴിയുമ്പോഴുള്ള സെക്കൻഡ് ഫോട്ടോ സ്പോട്ടാണിത്. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഇത് കുന്തിരിക്കം എക്സ്ട്രാക്ട് ചെയ്യുന്ന വുഡാണ്. നെക്സ്റ്റ് സ്റ്റോപ്പിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ നാരോ സ്ട്രീമാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് പാർക്ക് എൻട്രി ആണ്. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്ത് നമ്മളങ്ങനെ പാർക്കിലെത്തി. ധാരാളം വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഫോറസ്റ്റിൻ്റെ വണ്ടികളാണ്. ഇനി ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭവാനിപ്പുഴയിലേക്കുള്ള ട്രക്കിംഗ് ആണ്. അത് കാടിനിടയിലൂടെ ഉള്ള യാത്രയാണ്. ഏകദേശം 1 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചീവീടുകളുടെ ശബ്ദം കേൾക്കാം. സൈലൻറ്റ് വാലി എന്നുള്ള പേര് വരാൻ കാരണം ചീവീടുകളുടെ അസാന്നിധ്യം അല്ലെങ്കിൽ ശബ്ദം ഇല്ല എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ധാരാളമായിട്ട് ചീവീടുകളുടെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നു. ഈ ട്രക്കിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ കാര്യം
അട്ടകൾ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. ഈ ഇലക്ട്രിക് ഫെൻസ് ക്രോസ് ചെയ്ത് നമ്മളെത്തുന്നത് തൂക്കുപാലത്തിലേക്കാണ്. ഇതിപ്പോൾ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വിസിറ്റേഴ്സിന് തൂക്കുപാലത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് അറിഞ്ഞത്. ഇതാണ് ഇപ്പോഴത്തെ എൻഡിങ് പോയിൻ്റ്. ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോരാവുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ട്രക്കിങ്ങിന് ശേഷം നമ്മൾ മടങ്ങിയെത്തിയത് ഈ ടീ ഷോപ്പിലേക്കാണ്. ഇവിടെ നമ്മൾ അവിചാരിതമായിട്ട് കരിങ്കുരങ്ങനെ കാണാൻ കഴിഞ്ഞു. അതുപോലെ മലയണ്ണാനെയും നമുക്ക് കാണാൻ കഴിയും. സിംഹവാലൻ കുരങ്ങാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നു. പക്ഷേ നമുക്കൊന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. ആനകൾ വരുന്ന വഴിയാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾക്കൊന്നിനെയും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ പല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും പലതും ഇപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ വാച്ച് ടവറിലേക്കാണ് പോകുന്നത്. DJ. ഏകദേശം 100 ഫീറ്റ് ഹൈറ്റുള്ള ഈ വാച്ച് ടവറിൽ നിന്ന് സൈലൻറ്റ് വാലിയുടെ ഭൂരിഭാഗവും നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം 2 മണിക്കാണ് നമ്മൾ മുക്കാലിയിൽ നിന്ന് ജീപ്പിൽ കയറിയത്. ഇപ്പോൾ സൈലൻറ്റ് വാലി പാർക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ഏകദേശം 6 മണിക്കാണ്. സോ ഓൾമോസ്റ്റ് 4 hours നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇരുട്ടായി തുടങ്ങി. ഏകദേശം 7 മണിയോടുകൂടി നമ്മൾ തിരിച്ച് ചെക്ക് പോസ്റ്റിലെത്തി. നല്ല യാത്രയായിരുന്നു. കാട് ആസ്വദിച്ച് നമുക്ക് പോകാൻ കഴിഞ്ഞു. അപൂർവം ചില മൃഗങ്ങളെയും നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു അഡ്വാൻറ്റേജാണ്.
നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് 5 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നല്ല യാത്രയായിരുന്നു. Thank you for watching.